എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നവ്യയുടെ 7ാം മാസത്തെ ചടങ്ങിന് വേണ്ടിയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കനക. അപ്പോൾ കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, നാളത്തെ ഫംഗ്ഷന് എൻ്റെ കണ്ണ് നമ്മളുടെ മോളുടെയും ആദർശ് അമ്മയുടെയും മുഖത്തായിരിക്കും, ഞാൻ അവരെ നന്നായിട്ട് ശ്രദ്ധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കനക. എന്നിട്ട് ഗോവിന്ദനോട് പറയുവാണ്, ഞാൻ ഇങ്ങോട്ട് പോരുന്ന കൂട്ടത്തിൽ നവ്യം കൊണ്ട് പോരുന്ന കൂട്ടത്തിൽ നയനയും കൊണ്ടുവരും. കാരണം നമ്മുടെ മോളെ എല്ലാ സത്യവും തുറന്നു പറയണം. ഇപ്പം ആ വീട്ടിലുള്ള ചെറിയൊരു കല്ലുകടി ഉണ്ടല്ലോ, അതുകൂടെ മാറണമെങ്കിൽ അവളെല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലേ ശരിയാകുള്ളൂ എന്ന് കനക പറയുന്നുണ്ട്. ഏതായാലും ഫംഗ്ഷന് വേണ്ടി റെഡിയായിട്ടിരിക്കുന്ന നയനയും ദേവേനയും ആരും കാണാതെ ഭയങ്കര സന്തോഷത്തിൽ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കനക ചെല്ലുന്നത്. കനകയെ കാണുന്നേ ചാടി എഴുന്നേക്കൂട്ടോ രണ്ടുപേരുടെ. പിന്നെ എന്നത്തെയും പോലെ ദേവേനെ 2 ചീത്ത പറയും നയനെ. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കോളൂല്ലോ നയന, അതിനു വേണ്ടിയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അനാമികയും കാണിക്കുന്നുണ്ട്. അനാമികയും വേണുവും രേവതിയും കൂടി സംസാരിച്ചിരിക്കുമ്പം അനാമിക പറയുന്നുണ്ട്, ഒരേ സമയം നമുക്ക് അനന്തപുരിയിലെ കാശും വേണം, അതുപോലെ നന്ദു അനന്തപുരിയിലേക്ക് വരാനും പാടില്ല. അതിനു വേണ്ടിയാണ് ഞാൻ ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് എന്ന് അനാമിക പറയുന്നുണ്ട്. ഏതായാലും ഫംഗ്ഷൻ തുടങ്ങുന്നു, 7ാം മാസത്തെ ചടങ്ങുകളൊക്കെ നടക്കുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കനക പറഞ്ഞതുപോലെ തന്നെ നയനയും കൂടെ കൊണ്ടുപോവുകയാണ്. ആദർശ് സമ്മതിക്കുന്നുണ്ട്, പക്ഷേ ദേവയാനിക്ക് എതിർക്കാനും പറ്റില്ല. നയന പോകുന്നതിലുള്ള വിഷമമുണ്ട്, എന്ത് ചെയ്യാം. ഏതായാലും നയന വീട്ടിലേക്ക് പോകുന്നത് സഹിക്കാനാവാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ദേവയാനി കാണിക്കുന്നുണ്ട്. വിഷമത്തോടെ തിരിഞ്ഞു നോക്കി ഇറങ്ങി പോകുന്ന നയനയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.